പിണറായി വിജയൻ കുറിച്ചു വെച്ചോ, പിണറായി വിജയൻ്റെ മകൾ ചോദ്യം ചെയ്യപ്പെടും, ഒരു സംശയവും വേണ്ട. പിണറായി വിജയൻ്റെ മകൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മാത്രമല്ല, പിണറായി വിജയൻ്റെ മകളെ ചോദ്യം ചെയ്യാൻ ഇനിയൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പിണറായി വിജയ എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞതാണ്. ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ തന്നെ വിജയ നിങ്ങളുടെ മകൾ വാങ്ങിയ 1,72,00,000 രൂപ കംപ്ലീറ്റ് കണക്ക് അതിനകത്തുണ്ട്, ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിലുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ മേടിച്ച പൈസയുടെ കണക്കും അതിനകത്തുണ്ട്. ഇവിടെ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ഞങ്ങൾ മേടിച്ച് റെസീറ്റ് കൊടുത്തിട്ടാണ്. എന്താ വിജയൻ അങ്ങനെ പറയാനൊരു പ്രയാസം വന്നത്? വിജയൻ മേടിക്കാഞ്ഞിട്ടാണോ? വിജയ നിങ്ങൾ മേടിച്ച കാശ് മുഴുവൻ കാഷിലല്ലേ മേടിച്ചത്? അത് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിലില്ലേ? ഓൾ ദ ട്രാൻസാക്ഷൻസ് വെർ ഇൻ ക്യാഷ് അവരെഴുതി വെച്ചിട്ടുണ്ട്. ആ കാശെല്ലാം വിജയൻ പാർട്ടി ഖജനാവിലേക്കൊന്നും കൊടുത്തില്ല, ആ പിണറായിലേക്ക് കൊണ്ടുപോയി, വീട്ടിന്റെ ഖജനാവിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് വിജയൻ പറഞ്ഞത് ആ PV ഞാനല്ല എന്ന്. അതിന്റെ രേഖകളും അവരുടെ കയ്യിലുണ്ട്. അതിനുശേഷം ROC ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണം നടത്തിയപ്പോഴത്തേക്കും സ്ലൂ ഓഫ് വയലേഷൻസ് ആണ് അവർ പറഞ്ഞത്. കമ്പനി ആക്ട് ഒരു 12 പ്രാവശ്യമെങ്കിലും വിജയ നിങ്ങളുടെ മകൾ വയലേറ്റ് ചെയ്തതിനെ കുറിച്ച് ROCയുടെ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നും കണ്ടുപിടിക്കാനില്ല SFIOക്കാർക്ക്. ആ എല്ലാം അവരുടെ കയ്യിലുണ്ട്. സ്വാഭാവികമായും നിങ്ങളുടെ മകളുടെ 1% കമ്പനിയാണല്ലോ എക്സാലോജിക്ക്. ഒറ്റ ഭാരവാഹി അവർ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവർ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കും. അവർ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ മകൾ ഇത്രയും നാൾ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിലാണ് ജീവിച്ചത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബെൻസ് കാറിലാണ് നടന്നത്. എന്നാൽ ആ മകൾ SFIO എന്ന് പറഞ്ഞ പല്ലും നഖമുള്ള ഏജൻസിയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ആ പെങ്കൊച്ച് വല്ലാതെ വിയർക്കും. അവർ ചിലപ്പോൾ പൊട്ടിക്കരയും. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അവർ പൊട്ടിക്കരഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ബോധക്ഷയമുണ്ടാകുമെന്നാണ്. ഞാൻ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പിണറായി വിജയൻ ഒരു ബോധക്ഷയമുണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. പിണറായി വിജയൻ്റെ മകൾ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഇനി പിണറായി വിജയന് ബോധക്ഷയം ഉണ്ടാവരുത്, ഞെട്ടലുണ്ടാവരുത്. പല്ല് നഖമുള്ള ഏജൻസിയാണ് SFIO. അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശാധികാരങ്ങളുണ്ട്. കമ്പനി ആക്ട് 2013 210 11 212 13 ഒക്കെ വായിച്ചാൽ വിജയ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ആരെങ്കിലും ആ CM രവീന്ദ്രൻ ഇംഗ്ലീഷ് അറിയില്ല, വേറെ ആരും ഇംഗ്ലീഷ് അറിയാവുന്ന അവിടെ ഉള്ളത് ഏതോ ഒരു രതീഷ് കാളിയാണ്, ഒരു കള്ള PhD എടുത്തൊരുത്തിന് ഇരിപ്പുണ്ടല്ലോ അവിടെ, അവൻ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം. അവനോടെങ്കിലും ചോദിച്ചൊന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പിണറായി വിജയൻ നിങ്ങളുടെ മകൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചോദ്യം ചെയ്യലിലേക്കും ഒരു പക്ഷേ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് അഴി എണ്ണുന്ന നിലയിലേക്ക് പോയാൽ അത്ഭുതമില്ല. അതുകൊണ്ട് ഒരല്പം ധൈര്യമൊക്കെ പണ്ട് ബ്രണ്ണൻ കോളേജിൽ വാളിൻ്റെ കീഴിലൂടെ നടന്നപ്പോൾ ഉണ്ടായൊരു ധൈര്യം ഉണ്ടല്ലോ, അതൊക്കെ ഇത്തിരി ഒന്നൊരു ഊർജ്ജമൊക്കെ ഒന്ന് ശരീരത്തിൽ ഒന്ന് കരുതി വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ മറ്റന്നാൾ ബ്രണ്ണൻ കോളേജിൽ അതെ മറ്റന്നാൾ ബ്രണ്ണൻ കോളേജിൽ പോവാണ്. മറ്റന്നാൾ ബ്രണ്ണൻ കോളേജിൽ പോകുമ്പോൾ മകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് അലൂമിനി അസംബ്ലിയാണ് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ ഒരുപക്ഷെ ഇനിയിപ്പോൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മകളെ ചോദ്യം ചെയ്യുന്നുള്ള വാർത്ത കേൾക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുകൊണ്ട് സ്ഥിതി ദയനീയമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇതിന്റെ നിയമമൊന്നും ഇതിനകത്ത് പറയുന്നില്ല, രാഷ്ട്രീയം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.